ഊണ് 70 രൂപയുള്ളൂ, സാധാ ഊണ്. ഇവിടെ ചൂട ഫ്രൈ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ചൂട ഫ്രൈ സ്പെഷ്യൽ എത്ര വില? ചൂട ഫ്രൈ സ്പെഷ്യൽ എത്ര വില? 90, 90 രൂപ. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല. ഈ ചോറ് ഒറ്റയടിക്ക് കഴിച്ച് തീർത്തിട്ടുള്ള അത്രയ്ക്ക് വിശപ്പായിരുന്നു. ചൂട ഫ്രൈയും മീൻ ചാറ് കറിയും പിന്നെ മറ്റധികം ഡിഷസ് വളരെയധികം ഉണ്ട്. എല്ലാം കൂടി കുഴച്ചടിച്ച് ഒരൊറ്റ പിടിയാണ്. ഇത് എളുപ്പം കഴിക്കണം, കാരണം എനിക്ക് വേറെ വഴിക്ക് പോകാനുണ്ട്, നിങ്ങൾ കാഴ്ചകൾ കാണിക്കാനുണ്ട്. അപ്പോൾ മുഴുവൻ കണ്ടുകൊള്ളുക വീഡിയോ. ഇതാ ഈ മീൻചാറ് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ചൂട ഫ്രൈയും കൂടി പുരട്ടി കഴിക്കുക. ഒരുള്ള പിടിച്ച് ഇങ്ങനെ മീൻചാറിൻ്റെ രുചിയുള്ള ചൂട ഫ്രൈയും കൊള്ളാം. അങ്ങനെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ഫ്രഷായിട്ട് വരുന്ന ചൂട ഫ്രൈ, നന്നായിട്ട് ഫ്രൈ ചെയ്ത ചൂട, അതും മീൻ ചാറും മറ്റ് തോരൻ കൂട്ടുകറി ഒക്കെ കൂട്ടി സുഭിക്ഷമായ ഈ ഊണ് വീട്ടിലൂണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. 160 രൂപയ്ക്ക് ഇതേ പറയാതെ വയ്യ കേട്ടോ. ഈ ഒരു പ്രത്യേക സാധനം കുറച്ചേ തരണമെന്നുള്ളൂ, പക്ഷേ എന്തുള്ളി എരിവൊക്കെ ആയിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു കൂട്ട്. ഈ ഊണിൻ്റെ സുഖം കാരണം രണ്ടാമതും ചോറ് വാങ്ങിച്ചു, രസം ഒക്കെ കൂട്ടി പുളിശ്ശേരിയും കൂട്ടി വീണ്ടും. ഒരു വീട്ടിലൂണ് സംഭവമായിരുന്നു കേട്ടോ. 70 രൂപയുള്ളൂ സാധാ ഊണിന്. സ്പെഷ്യൽ വാങ്ങിച്ചാൽ അതിൻ്റെ ചാർജ് കൊള്ളാമായിരുന്നു. ഈ ബോർഡ് കണ്ടാണ് ശരിക്കും ഞാനത് കൊതി തന്നെ വരും. അത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ബോർഡ്. ഇത് ചങ്ങനാശ്ശേരിയിലെ പഴയ മാർക്കറ്റ് റോഡിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബോർഡ് ഇവിടെ കാണാൻ സൈഡിലായിട്ട് ഒന്നങ്ങ് കയറിയാൽ മതി. ഉച്ച സമയമാണെങ്കിൽ കേട്ടോ, ഒന്നും നോക്കണ്ട, നല്ല ഗുണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ നേരെ വന്നത് പത്തനംതിട്ട ജില്ലയിലെ ഈ ചരൽക്കുന്ന് സ്ഥലത്താണ്. മർത്തോമാ സഭയുടെ ആസ്ഥാനം തിരുവല്ലയിലാണല്ലോ. അപ്പോൾ ഈ തിരുവല്ലയ്ക്ക് അടുത്ത് തന്നെ പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ, അതായത് കോഴഞ്ചേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കായിട്ട് അവിടെയാണ് ഈ ചരൽക്കുന്ന്. ഇവിടെ ക്യാമ്പ് സെൻറ്ററൊക്കെയാണ്, ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ്. ഒരു കൺവെൻഷൻ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയാണ്. സൺഡേ സ്കൂളിൻ്റെ സമാജം അവരാണിത്. മർത്തോമാ സൺഡേ സ്കൂൾ സമാജം നടത്തിപ്പൊക്കെ വളരെ വിശാലമായ സൗകര്യമുള്ള അകത്ത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. അതാണ് ഇവിടേക്ക് വരാൻ കാര്യം. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 185 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ വിശാലമായി തുറന്ന് കിടക്കുന്നു. പെർമിഷനൊക്കെ എടുക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അകത്ത് കയറി ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. വരും. അപ്പോൾ ഇവിടെ ഓൾട്ടോമീറ്ററിൽ കാണിക്കുന്നത് ഏകദേശം നോക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ് എത്രയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, 173 അടിയാണ് കാണിക്കുന്നത്. ഏകദേശം 173 കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ ചരൽക്കുന്ന് എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥലമാണ്. വളരെ പഴക്കം ചെന്ന ഈ മർത്തോമാ സഭയുടെ ഉള്ള ഈ സ്ഥലത്ത് നമുക്ക് കാണാം, വളരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൺവെൻഷനൊക്കെ നടക്കുന്നതാണ്. അവിടെ ഒരു ഓഡിറ്റോറിയം ദൂരെ നമുക്ക് നോക്കാം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വരും. വളരെ സുന്ദരമായിട്ട് ഓട് പാകിയ ഒരു കെട്ടിടം അവിടെ കാണാം. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു. പച്ചപ്പുല്ല് ഇത് ഇങ്ങനെ പിരിച്ച് മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷ സ്ഥിതിയാണ്. അതിൻ്റെ കൂടെയൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു കുന്നിൻ്റെ മുകൾവശം എങ്ങനെയൊക്കെ ഭംഗിയാക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പണ്ടൊരിക്കൽ ഇവിടെ, അതായത് ഞാൻ 78-80 കാലഘട്ടത്തിൽ തിരുവല്ല മർത്തോമാ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ മർത്തോമാ കോളേജിൽ നിന്നാണ് ആയിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടി ഇവിടെ വന്നിട്ടുള്ളതായിട്ടാണ്. ചില പിള്ളേർ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പുറത്തെ കെട്ടിടം കാണാം, നല്ല ഭംഗിയുള്ള കെട്ടിടം. ഈ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നമുക്ക് അവിടെ ഒരു വ്യൂ പോയിൻറ്റ്സ് കിട്ടും. അതായത് വ്യൂ കിട്ടും, നല്ല വ്യൂ, താഴേക്കുള്ള കാഴ്ച, വിദൂരതയ്ക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും. നോക്കാം നമുക്ക്. കണ്ടോ, ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഈ ചരൽക്കുന്നിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ്. ഏകദേശം നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കുന്നിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ആ കാണുന്ന കുന്നിൻ്റെ സൈഡിൽ കൂടെയാണ് കയറി വന്നത്. ഇങ്ങനെ ഒരു പക്ഷേ ഞങ്ങളുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം കോഴഞ്ചേരിയോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് ചെറുകോൽപ്പുഴയ്ക്ക് അടുത്ത്
തൊട്ടപ്പുഴശ്ശേരി എന്ന് പറയുന്ന സ്ഥലമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കുറിയന്നൂർ അവിടെ നിന്ന് ഇങ്ങനെ 2.5 കിലോമീറ്റർ മുകളിലേക്ക് കുന്നിലേക്ക് കയറി വരാം. അപ്പോൾ ഈ കാണുന്ന ഭാഗം കോട കാണുന്ന ഭാഗം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത പ്രദേശങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഈ കോട കാരണം നമുക്ക് ദൂരെ കാഴ്ചകൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയുള്ള ഇത്ര ദൂരമുള്ള സ്ഥലങ്ങളാണെന്ന് അറിയാം. അവിടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നത്. ഏകദേശം രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്തുള്ള ക്യാമ്പിന് പറ്റിയ സ്ഥലമല്ലേ. എന്ത് ഭംഗിയുള്ള പ്രദേശം, എന്ത് നല്ല തണുപ്പുള്ള കാലാവസ്ഥ. ഇപ്പോൾ ചരൽക്കുന്ന് കണ്ടല്ലോ, ചരൽക്കുന്നിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കണ്ടല്ലോ. ഇനിയും ഈ സ്ഥലം വളരെ ഉയരത്തിലാണെന്നിവിടെ നോക്കുമ്പോഴേ അറിയാം. താഴേക്കുള്ള കോഴഞ്ചേരി, പത്തനംതിട്ട ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത്തിരി ദൂരെ കോഴഞ്ചേരി അടുത്താണ് ഇവിടെ നിന്ന്, പക്ഷേ പത്തനംതിട്ട അങ്ങ് ദൂരെയാണ് ഈസ്റ്റേൺ ഡയറക്ഷനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരം കോഴഞ്ചേരിയും ഏകദേശം 48 കിലോമീറ്റർ ദൂരത്തിൽ പത്തനംതിട്ട പട്ടണവുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നല്ല ഈ ഭൂപ്രകൃതി ഒക്കെ നന്നായിരിക്കുന്ന ഈ സ്ഥലങ്ങൾ ഇവിടെ നന്നായിട്ട് ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഇവിടെ ഈ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ്, അതുപോലെ ക്യാമ്പ് ഒക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ഏതോ സ്കൂൾ കുട്ടികളുടെ ക്യാമ്പാണ്. അവരെന്തോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ കളിയില്ല, അവരെന്തോ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അവരിൽ ആരെങ്കിലും പിടികൂടി ചോദിക്കാം എന്താ സംഭവം ഇവിടെ നടക്കുന്ന ക്യാമ്പിൽ കളികളൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. രസമുള്ള കളികളൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അവരിങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. മോനെ ഏത് സ്കൂളിലേത്? സ്കൂളിലെ കോളേജ് ഇത് ക്യാമ്പ് എന്തിൻ്റെ? ഏത് സ്കൂള്? സൺഡേ സ്കൂൾ. അങ്ങനെ ഈ ഏത് സൺഡേ സ്കൂളാണ്? എവിടുത്തെ? കേന്ദ്രം സൺഡേ സ്കൂളിൻ്റെ ക്യാമ്പ് നടക്കുകയാണ്. കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ കുട്ടികളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ അവരൊക്കെ എന്തോ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നല്ല രസമായിട്ടൊരു കിണർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മിശിഹായുടെ ചിത്രം. എല്ലാവരൊക്കെ ഓരോ കളികളിൽ ഏർപ്പെട്ടിരിക്കും. പിള്ളേരുടെ കളികളൊക്കെ വളരെ രസമാണ്. ഈ ക്യാമ്പുകളിലൊക്കെ വന്ന് ക്യാമ്പൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്യാമ്പ് വളരെ സജീവമാവും. അപ്പം ഈ ക്യാമ്പ് വൈകിട്ട് ഇവിടെ സ്റ്റേ ആണോ? അല്ലേ? എത്ര ദിവസത്തെ? എത്ര ദിവസത്തെ ഇന്നലെ തുടങ്ങിയാണ്. അപ്പോൾ 3 ദിവസത്തെ ക്യാമ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. സൺഡേ സ്കൂൾ എല്ലാം അപ്പുമ്മയുടെ മിക്കവാറും സൺഡേ സ്കൂളിലെ കുട്ടികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ്. അദ്ദേഹം എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ സ്കൂളിൻ്റെ ലീഡറാണ്. 5:10 ആകുമ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെ വരണം, എല്ലാവരും അസംബിൾ ചെയ്യണമെന്നൊക്കെ. വളരെ രസകരമായ അനുഭവങ്ങളാണ് ഈ ക്യാമ്പുകളിലൊക്കെ കുട്ടികൾക്ക് കിട്ടും. ഞാനും സ്കൂളിൽ പഠിക്കുമ്പം, അതായത് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കോട്ടയത്ത് MT സെമിനാരി സ്കൂളിൽ ഇതുപോലെ ക്യാമ്പിനൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസകരമായ പരിപാടികളൊക്കെ 2-3 ദിവസത്തെ ക്യാമ്പൊക്കെ. സ്കൗട്ട്സിൻ്റെ കൂടാണ് വന്നതെന്ന് ഞാൻ ഓർക്കുന്നു. എന്തായിരുന്നു ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് പറഞ്ഞു. അല്ല, കുഴപ്പമില്ല. ഈ പറയും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറയാം. എന്താ ഈ സൺഡേ സ്കൂളിൻ്റെ ഈ എന്താ ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് ഒരു വീഡിയോ. എന്താ ആക്ടിവിറ്റി? ഗെയിംസ് ആണ്. അപ്പോൾ ഗെയിമായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ഏറ്റവും ഇവര് കട്ട് ചെയ്ത് ഓരോരുത്തർ വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി കണ്ടുപിടിക്കണം. കയറ് കണ്ടുപിടിക്കണം അല്ലയോ? എന്നിട്ട് ഏറ്റവും കൂടുതൽ നീളം. ഓ വായി, ഓൾ ദി ബെസ്റ്റ്. എല്ലാം നന്നായിട്ട് ചെയ്യും കേട്ടോ. അവർ കയറ് കെട്ടി ചെറിയ ചെറിയ കയറ് കഷ്ണങ്ങൾ അവിടെ എവിടെയും വെച്ചിട്ടുണ്ട്. അത് കെട്ടി നീളത്തിലാക്കുന്ന ഒരു പണിയാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല മോട്ടോർ ആക്ടിവിറ്റീസ്, കുട്ടികൾക്കുള്ള നല്ല ആക്ടിവിറ്റീസാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. എൻ്റെ ലീഡേഴ്സൊക്കെയാണ്. ഇന്നിവിടെ സ്റ്റേ ആണ് ഈ കുട്ടികളൊക്കെ. വളരെ സന്തോഷമായിട്ട് ആ കളികളിൽ അവർ ഏർപ്പെട്ടിരിക്കും. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു.
ഇതൊക്കെയാണ് കുട്ടികളുടെ അനുഭവങ്ങളെന്ന് പറയുന്നത്. ശരി, പറയുന്നു. ഒരു വീഡിയോ എടുക്കട്ടെ, പറയുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ മുംബൈ മലയാളി. എന്തെങ്കിലും പറഞ്ഞു. ഈ ആക്ടിവിറ്റീസ് കൊണ്ട് കുട്ടികൾക്ക് നല്ല ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു എന്താ ചെയ്യുന്നത്. ആ ടീച്ചർ അപ്രതീക്ഷിതമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ചോദ്യം നേരിട്ട്. അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ ചരൽക്കുന്നിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 2 കിലോമീറ്റർ മുകളിലോട്ട് പോയാൽ ഒരു അരുവിക്കുഴി വാട്ടർഫോൾസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. അവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഇത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലോട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു അരുവിക്കുഴി വാട്ടർഫോൾസ് വില്ല എന്നൊക്കെ കണ്ടു. ഉള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ ഒരു ചായ കോഫി ഈ ജംഗ്ഷനിൽ ഇവിടെ നിന്ന് താഴോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, താഴോട്ട് പോയി നോക്കാം. ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. DTT ശരി. വെള്ളച്ചാട്ടം എവിടെയാണ് നിന്നാൽ കാണാവുന്നതെന്ന് അറിയത്തില്ല. നോക്കാം. ഇവിടെ ചെറിയ ഇതിൽ ഒഴുകി വരുന്നുണ്ട്. ജാഗ്രതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എലിപ്പനി വെള്ളച്ചാട്ടം നിർബന്ധമായി എലിപ്പനി പ്രതിരോധ ഗുളിക അതൊക്കെ എടുത്തിരിക്കണം. കണ്ടേ ഇവിടെയാണ് വെള്ളച്ചാട്ടം. ഇവിടെയാണ്. അതാ ഇവിടെയാണ് ആൾക്കാർ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. താഴോട്ട് ഇറങ്ങി ചെല്ലണം. നോക്കാം. ഇത് വേറൊരു കണ്ടോ? പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ആൾക്കാർ റിസോർട്ട് പോകണൊക്കെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. താഴെ അരുവി ഒലിച്ചു വന്ന് വെള്ളച്ചാട്ടമായിട്ട് പോകുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാം. നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. എന്തായാലും ഇതെല്ലാം കൊണ്ട് വഴിയാണ് എങ്ങോട്ടാണെന്ന് നോക്കുന്നത്. കാരണം ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ മുകളിലൊരു ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്ന വലിയ പാറയാണ് കേട്ടോ. ആ പാറയുടെ താഴെ ഇടയ്ക്കൂടാണ് ഇങ്ങനെ അരുവി വെള്ളച്ചാട്ടം പോകുന്നത്. കണ്ടോ ഇതിങ്ങനെ നല്ല രസമായിട്ട് ചെറിയതായിട്ട് ഒഴുകി അങ്ങോട്ട് അടുത്തിരുന്ന ആ പാറയ്ക്കുള്ള ഒഴുകുന്ന വെള്ളച്ചാട്ടം ഒക്കെ കാണാനുള്ള വ്യൂ പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ആ ചെറിയ അരുവി ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടമായിട്ട് കാണുന്നത് ആ ഭാഗം എവിടെ നിന്ന് കാണാമെന്നൊന്നും എളുപ്പം പോയി വേഗത്തിൽ പോയി നോക്കാം. ഏത് ഭാഗത്ത് കിട്ടുമെന്ന് അവിടെ നിന്ന് നല്ല ദൃശ്യങ്ങൾ കാണിച്ചു തരാം. എന്നാലേ അതിൻ്റെ ഭംഗി കിട്ടത്തുള്ളൂ. വലിയ തിരക്കോ ജനക്കൂട്ടോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം ചെറിയ 2 വെള്ളച്ചാട്ടം ഇവിടെ കാണാനുള്ളൂ. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. നോക്കാമെന്ന് വിചാരിക്കാം. ഇത് താഴേക്ക് എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് നല്ല കൊടും കാട് വരുന്ന പ്രദേശങ്ങളിൽ പിന്നെ ആ സൗണ്ട്, ആ ശബ്ദം, കിളികളുടെ ഒച്ച ഇങ്ങനെ നിബിഡമായിട്ട് വൃക്ഷങ്ങൾ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. അത് താഴെ അരുവി അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ദൃശ്യം അങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാലും ഇവിടെ നോക്കാം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. താഴോട്ട് അരുവിയുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴിയായി നോക്കുന്നത്. ഇവർ താഴെ എങ്ങനെ ഇറങ്ങിപ്പോയി? അവിടെ താഴെ നിൽക്കുന്നവർ അപ്പുറത്തൂടെ വേറെ ആണോ? സന്ധ്യയായിരുന്നു. ആണോ? കാട്ടുപന്നി വല്ലതും വന്നെങ്കിൽ നല്ല പന്നിയോ കുറുക്കലോ വല്ലതും ഉണ്ടോ എന്ന് പേടിച്ചിരിക്കുക നമ്മളിവിടെ. ഒക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. എന്താ നോക്കാം. അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ വ്യൂ ഒക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഇങ്ങനെ ചെറിയ നടപ്പാത പോലുണ്ട്. നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം. കുത്തനെയുള്ള ഇവിടെ ചെറിയ ബോട്ടിലൊക്കെ വൃത്തികേടാക്കി ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇനി ശരിയായ നടപടിയല്ല. ഇങ്ങനെ പോകുന്ന ഉരുണ്ടടിച്ച് അങ്ങോട്ട് വീണാൽ പിന്നെ അത് പ്രശ്നമാണ്. എന്തായാലും പതുക്കെ ഇറങ്ങി അതിലേക്ക് ഇറങ്ങി പോവാം. ഇവിടെ നിന്നാണ് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ തിരിച്ചു കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല. എന്തായാലും നോക്കാം. എൻ്റെ ചെരുപ്പിന് ഇച്ചിരി ഗ്രിപ്പുള്ളതുകൊണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കറക്റ്റായിട്ട്
ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്കിപ്പോൾ കേൾക്കാമായിരിക്കും. കറക്റ്റ് ക്യാമറ ആയി കിട്ടിയതാ വ്യൂ. ഇത് ഭംഗി. ഇതാണ് സംഭവം. വെള്ളിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ടോ. ഇതാണ് അരുവിക്കുഴി. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തൊട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ വരുന്ന കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അരുവിക്കുഴി. മുകളിലേക്ക് വന്നിട്ട് പിന്നെ താഴേക്കാണ് പാത കിടക്കുന്നത്. മുകളിൽ ഏറ്റവും ചരൽക്കുന്ന്, നമ്മളിപ്പോൾ വന്ന ചരൽക്കുന്ന് പ്രദേശം. അതിനുശേഷം 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന അതിൻ്റെ സൈൻ ബോർഡ്സൊക്കെ കാണാം. ഇവിടെയൊക്കെ എത്താം. പിന്നെ ഇവിടുന്ന് വലിയ വെള്ളമൊന്നുമില്ല. ഇങ്ങനെ ഒഴുകി വെള്ളം ഇങ്ങനെ പോവുകയാണ്. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് നല്ലൊരു വ്യൂ. അതിൻ്റെ താഴോട്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ എവിടെയോ അതിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം പിടിക്കുന്ന എന്തോ സംഭവങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ല വെള്ളമല്ലേ ഒഴുകി വരും, നല്ല തണുത്ത വെള്ളം. എങ്കിൽ നമുക്ക് കയറി അങ്ങ് പോവാം. അധികം ഇവിടെ. അപ്പോൾ അരുവിക്കുഴി ഭാഗത്ത് വെള്ളച്ചാട്ടം കണ്ടല്ലോ. നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കും വരാം. ഈ ഭാഗത്തേക്ക് ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പിന് ലൊക്കേഷൻ കമൻ്റായി പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ എന്ത് ഭംഗിയാണ്. ഇതൊക്കെ പക്ഷേ അപകട മേഖലയാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും. ശ്രദ്ധിക്കുക, കാൽ വഴുതാതെ വളരെ ശ്രദ്ധാപൂർവ്വം നടക്കുക. പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരങ്ങളിൽ ഒരു 5 മണിക്ക് മുമ്പെയൊക്കെ വന്നാൽ ഒരു ചെറിയ കായികമായിട്ട് നമുക്കൊരു ഒരു ഉന്മേഷം കിട്ടും. അതായത് ശരീരത്തിലൊക്കെ കാലൊക്കെ ഒന്ന് പാറപ്പുറത്തൊക്കെ നടന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി. ഞാനിങ്ങനെ മേപ്പോട്ട് കയറിപ്പോരുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേ ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പ് ചെയ്യാവുന്ന ഇവിടെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി. ഈ ചെറിയ തോട്ടിക്കൂടെ മല മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയാണ്. ഇവരെ ഒഴുകി ഒരു പാറ രൂപാന്തരം, വലിയൊരു പാറ. അതിൻ്റെ മുകളിൽ നിന്ന് ഈ കലിങ്കി ഇവിടെ കാണാം. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമായിട്ട് ഇപ്പോൾ ഇച്ചിവിടെ സൗന്ദര്യം കൊടുത്തുകൊണ്ട്. ഇതാണ് അപ്പുറത്ത് നിന്ന് നമ്മൾ കാണിച്ചു തന്നത്. വശത്തുനിന്ന് ദൂരെ അങ്ങ് ആരൊക്കെയോ അവിടെ താഴെ പോയി നിൽപ്പുണ്ട്. അവിടെ ഒരു ടീം പോയി നിൽക്കുന്നു. ഇരിപ്പുണ്ട് അങ്ങ് താഴെ. DTDCയുടെ ഈ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. DTDCയുടെ ഈ അരുവിക്കുഴി വാട്ടർഫോൾസ് വില്ല. അവിടെ റൂമൊക്കെ അവൈലബിൾ. ഇവിടെ വ്യൂസൊക്കെ ഇവരെ ഏറ്റവും താഴെ വാട്ടർഫോൾസും കാണാം. DTDCയുടെ താമസ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ സൗകര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മഴ പെയ്യുന്നുണ്ട്, ചെറിയ മഴച്ചാറ്റലുണ്ട്. വീണ്ടും കാണാം. ഗുഡ് ബൈ.